ഇവിടെ കഴിഞ്ഞ ആഴ്ച വലിയൊരു മലമ്പാമ്പിനെ കണ്ടിരുന്നു. ഇതാണ് എനിക്ക് ഇഷ്ടമില്ലാത്ത. നമ്മളെ ഗാക്ക് എന്ന് പറഞ്ഞൊരു ഫ്രൂട്ട് ഉണ്ട്. അത് കിലോയ്ക്ക് 1500 രൂപയുടെ ഫ്രൂട്ടാണ്. അപ്പം അത് നമ്മൾ നടാൻ പോവാണ്. ഓൾറെഡി കുറച്ച് നട്ടുണ്ട്. അപ്പം നമ്മൾ നമ്മുടെ ഫിഷ് ഫാമിലേക്ക് പോവാണ്. ഇത് എൻ്റെ ഫസ്റ്റത്തെ ഫിഷ് ഫാമാണ്. അതിന് ഏതൊരു ഫ്രൂട്ട് കയറിയിട്ട് ഇതാണ് നമ്മുടെ വഴി. അടുത്ത ഫിഷ് ഫാം. ആ ഫിഷ് ഫാം ഇപ്പോൾ ഏകദേശം തീരുമാനമായുണ്ട്. നിസ്സാര ഫിഷുള്ളൂ. ഈ ഫിഷ് ഫാം തിരിച്ചു വരുമ്പോൾ കാണിച്ചു തരാം. ഇവിടെ കഴിഞ്ഞ ആഴ്ച വലിയൊരു മലമ്പാമ്പിനെ കണ്ടിരുന്നു. ആ പാമ്പൊക്കെ എവിടെയാണാവോ? ദിസ് ഈസ് മഞ്ഞളോർ ഇഞ്ചിയാന്ന് തോന്നുന്നു. ഇതാണ് ഫിഷ് ഫാം. ഇവിടെ 7 കൂടുണ്ട്. വലിയ ഫിഷ് ഫാം. ഇപ്പം നോക്കാത്തതുകൊണ്ട് ഇപ്പം ഇങ്ങനെയായി. അപ്പം അതിൻ്റെ ഉള്ളിലാണ് നമ്മൾ ഗാക്ക് നടന്നത്. അപ്പോൾ നമ്മൾ വന്നപ്പോൾ പിന്നെ വീഡിയോ എടുക്കാമെന്ന് വെച്ചു. അപ്പോൾ ഒരാക്കിയിട്ട് ഫോൺ എടുക്കാൻ പോയി. അപ്പോൾ ഇത് ഡിറ്റയുടെ സൗണ്ട്. ഇതാണ് മീമി. ഇതിവിടെ നോക്കി പറ. ഹായ്. ഫിഷ് എവിടെ? എല്ലാ ഫിഷും പോയാ? പറഞ്ഞേ ഇതുകൊണ്ട് നമ്മ മീമിനെ പിടിക്കില്ലേ? കുറച്ച് തീറ്റ കൊടുക്കാം. മീമിനെ പിടിക്കണം. മീമിനെ പിടിക്കാട്ടാ. കറി വെക്കണ്ടേ? മീമി വലിയ മീമി വരെ കാണിച്ചു കൊടുക്കുക. ഇട്. വന്നില്ലല്ലോ. വന്നില്ല. അത് ഇതാണ് ഫിഷ് ഫാമിന്റെ ഇപ്പത്തെ അവസ്ഥ. വരും വലുത്. കണ്ട വലിയ മീൻ. മീമി ഇനിയില്ല ഇനി തീറ്റില്ല കേട്ടാ. കാണിച്ചു കൊടുക്കണ്ടത് ഒരു വലിയ മീൻ. അപ്പിട്ടെടുക്കാറുണ്ട്. കുഞ്ചു കഞ്ചു. എന്നിട്ട് മീമി മേമിയല്ല മീമി. മീൻ തീറ്റ കണ്ടിട്ടില്ലേ? അതിന്റെ വലുത് വലിയ മീനും വലിയ തീറ്റ. അത് ബേബിക്ക് തരാം. ബേബിക്ക് തരാട്ടാ. ഓരോന്ന്. ഗുഡ്. ഞാൻ പറഞ്ഞോളൂ അപ്പളേക്ക് അവളെ അഭിനയിക്കണ ഉറുമ്പ് കടിച്ചോന്ന്. ചത്ത എടുക്കണോ അമ്മീ? ഇപ്പൊ വീണേനെ. അയ്യോ ഉറുമ്പ് കടിക്കാതിരിക്കാൻ വേണ്ടിയാ പറഞ്ഞ. ഇനി കടിക്കില്ല. അത് വലിയ മീമി. കണ്ട ഫുഡ് കൂടുതൽ വെച്ചിട്ട് മീമി ചത്ത വേണ്ട. ചത്ത വേണ്ട. മീമി ചോദിച്ചു. അതെ ഈ മേമിയും മീമിയും മിക്സ് ആവണ്ടട്ടാ. മേമിയാണോ മീമിയാണോ? ഏത് മേമി? മേമിയുടെ മേമി ആരി എടുക്കട്ടാ. അനങ്ങരുത്. ഓക്കെ. അതെ ഇപ്പൊ എന്നിട്ടുണ്ടാവാൻ പോണേന്നറിയോ? നമ്മ അവിടെ വീനും കൊണ്ടുപോകും. എന്നിട്ട് ഇവള് ഡാഡേനെ അടുത്ത് പോകും. എന്നിട്ട് അവള് ആദ്യം നമ്മ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോ ബേബി ഇത് കാണിക്കും. ഇത് വെറുതെ അഭിനയാണ്. കാട്ടിക്കോടെ കൊണ്ടുപോണൊക്കെ. ആടാട് ആടാടുണ്ട്. ആടാട് യെസ് കഴിഞ്ഞോട്ടാ. ഇനി അവിടെ ഇരിക്കണം. ഞങ്ങളുടെ കൂടെ വരരുത്. ഉമ്മ
മരം റംബൂട്ടാൻ. ഇത് റംബൂട്ടാനായിരുന്നു. കാറ്റത്ത് വീണ് ഫുള്ള് പോയി മറിഞ്ഞ് വീണ്. എന്നിട്ട് വേരൊക്കെ വെട്ടി സെറ്റാക്കി വെച്ച് വീണ്ടും ഉണ്ടാകുന്നുണ്ട്. ആവായിരിക്കും. പിന്നെ ഉണ്ടാകും എന്ന് പറയാൻ പറ്റുമോ? എന്നിട്ടറിയാ അതിന്റെ സെയിം അത് കേക്കാൻ വേണ്ടി നീ എങ്ങനെ പറയാ? ഉറക്കെ പറ. ഉണ്ടാവുന്നുണ്ട് അത്രയും പറഞ്ഞ തീർക്ക്. രണ്ട് ഇതെന്താ ആണ് അവക്കാഡോ. ഞാൻ നട്ടതാ. അയ്യോ റംബൂട്ടാനൊക്കെ ഞാൻ നട്ടതാ. പെണ്ണാണോ വന്നപ്പോഴാ? പെണ്ണാണോ വന്നപ്പോഴേ എന്റെ വീട്ടിൽ ഇവിടെ എല്ലാരും വന്നപ്പോ ഇത് ഞാൻ നട്ടതാണ്. ഇത് ഇവിടെ വേറെ ആരും ഒന്നും നട്ടില്ല, ഞാൻ നട്ടതാണ്. റംബൂട്ടാൻ എന്റെ, അവക്കാഡോ എന്റെ. അന്നാ നീ നട്ടത് ഒരു വർഷമായിരുന്നു. നീ നട്ട ചെടി ഒരെണ്ണം വാങ്ങിച്ചാടി. ഇവിടെ 30 വർഷമായില്ലേ? നീ നിന്റെ വീട്ടിൽ 25 വർഷമായില്ലേ? അതിന് നീ നട്ട ചെടി ഒരെണ്ണം കാണിച്ചാ? അല്ല, നീ ജനിച്ചിട്ട് 25 വർഷമായില്ലേ? നീ ഇത് ഏതെങ്കിലും നട്ട ഒരു ചെടി മരം? ഏത്? എവിടെ? നടവരമ്പ് അല്ലേ? അടുത്ത വീട്ടിൽ കാണിച്ചു തരാം കേട്ടോ. നടവരമ്പ് അവളുടെ കോക്കോനട്ട്. ഇതാടി പോർക്കും കൂടായിരുന്നേ. ആ സാധനം അതാണ് പോർക്കും കൂടായിരുന്നേ. ഇത് പശുത്തൊഴുത്ത്. ആ മുകളിൽ കിളിയാണ്. എൻ്റെ പൊന്നേ, കഴിഞ്ഞ പ്രാവശ്യം ഡിറ്റ് വന്നിട്ടേ ഇവിടം വരെ എത്തി. അതിനവിടെ കാടും പുല്ലാന്ന് പറഞ്ഞിട്ട് ഇവിടുന്ന് വാക്കത്തി ഇട്ടിട്ട് ഒറ്റ ഓട്ടം. അതുകൊണ്ട് പാമ്പ് കടിച്ചു കഴിഞ്ഞാ അപ്പൊ ഞാൻ രക്ഷപ്പെടില്ലേ? അപ്പൊ ഇനി നമുക്ക് ചെടി പറ്റി കൂടുതൽ ഡിസ്കസ് ചെയ്യാം. ആ ചെടിയുടെ വിത്തിന് എത്രയാന്ന് പറയാ? എന്നിട്ട് യെസ് ബേബേ, ആ ചെടി 500 രൂപയുണ്ട വിത്ത്. അതിലാണും പെണ്ണും വേണം. എന്നാലാണ് ഇത് നമ്മൾ പോളിനേഷൻ ചെയ്യണം. എന്നാൽ മാത്രമാണ് കായ ഉണ്ടാവുള്ളൂ. അല്ലല്ലല്ല, ഇത് എനിക്കൊരു സ്റ്റുഡൻറ്റ് തന്നാണ് കേട്ടോ വിത്ത്. ആള് ഫ്രൂട്ടായിട്ട് തന്നു. ഫ്രൂട്ടിന് വില 1500 രൂപയാണ്. ഡേറ്റയ്ക്ക് ഗ്യാക്ക് ഇഷ്ടമാണോ? ടേസ്റ്റ് ഉണ്ടോ ഗ്യാക്ക്? ഇഷ്ടപ്പെട്ടു? എടി നീ കുറച്ച് തീറ്റെടുത്ത് അപ്പുറത്തെ കൂടുതലാ. കുറച്ചെടുത്തോ? കൈ നിറച്ചെടുത്തോ? ഡേറ്റ് ആദ്യമായിട്ടാണ് മീൻ തീറ്റ കാണുന്നു. ഇത്ര വലുത്. ഇതൊക്കെ ഞാൻ കഷ്ടപ്പെട്ട് പണിയിപ്പിച്ചതാണ്. ഇതിൽ വേണ്ട, അത് കിട്ടാല്ലേ? ഇതിലെ വെള്ളം ഭയങ്കര അലമ്പ. ഇതിൽ മാത്രമേ ഉള്ളൂ. അടുത്തന്നെ വരുമല്ലോ. ഞാൻ പറഞ്ഞ അടുത്തിടാ. ഞാൻ അടുത്തന്നെ ഇടാം. അപ്പൊ പണ്ടത്തെ ഫുള്ള് ഇടുമേ നിറച്ച് മീൻ വന്നിട്ട് ഇങ്ങനെ കുളിപ്പിക്കും നമ്മളെ. ഇതൊക്കെ ഞാൻ പണ്ട് മേടിച്ചിട്ട് മീനാ. എല്ലായി ഇതിലിടാൻ തുള്ളു. നമുക്ക് ഇതേ ആ ബാറിന്റെ അവിടെ ഇടാം. അവിടെ പുല്ലെന്ന് അടിക്കല് ഇവിടെ വെച്ചാ പോരെ. ഇതാണ് എനിക്ക് ഇഷ്ടമില്ലാത്ത കേട്ടോ, പറഞ്ഞേക്കാം. എന്റെ മാതാവേ ഇച്ചു. അയ്യോ ഈ സാധനം കണ്ടല്ലോ. ഫാസ്റ്റ് ആയിക്കണ്ട. യു ഹാവ് ജസ്റ്റ് 10 minutes. 10 minutes. ഞാൻ ഈ വിശന്നിട്ട് വയറ് കുടുകുടു ആവണ്ട്. ആദ്യത്തെ ശരി ഇവിടെ നടാന്ന്. എത്ര എണ്ണം ഉണ്ട്?
5 ഞാൻ പറഞ്ഞ നടാൻ വന്നേ, പക്ഷെ ഓൾറെഡി ഉണ്ടായിട്ടുണ്ട്. ഇതിലേക്ക് ഇത്ര നാളുണ്ടെന്ന് ഞാൻ വിചാരിച്ചില്ല. അതിന് തൂമ്പെടുക്കായിരുന്നു. ഇതാണ് എൻ്റെ ഇത് 50 ദിവസം ഇത് 50 അല്ല, ഇത് 2-3 മാസമായി തോന്നും. ഫസ്റ്റത്തെ ഓൾറെഡി നട്ട് വലുതായി. ഇതിന്റെ അല്ല വേറെ മിസ്റ്റർ ബാക്ക് കാണിച്ചേക്കല്ലേ. അടുത്തത് വേറെ വലിയ ഉണ്ടാവണ്ടായിരുന്നു. പക്ഷെ അഗ്രിയൊക്കെ ഇട്ട് സെറ്റ് ചെയ്യണ്ട. വളം ഇവനടുത്തുണ്ടാവേണ്ടത്. ഇതടുത്തത് ഇതാണ് കായ, ലൈക്ക് സീഡും അടുത്ത് ഒരെണ്ണൂടി ഉണ്ടാവുന്നുണ്ട്. നമുക്ക് ഇങ്ങനെ തന്നെ നടാം. ഇടയ്ക്ക് നടണോ? ഞാൻ കൂട്ട് നിക്കണെന്ന് വെച്ചാ ഞാനും കൂടെ അങ്ങനെയാണ്. ഇനി വെച്ച് പറയില്ലേ ഇത് ഞാൻ വെച്ചതാ അത് ഞാൻ വെച്ചതാന്ന് പറയുമ്പേ ഇത് വെച്ചത് പറഞ്ഞപ്പോ പറയുമ്പോ നമ്മ രണ്ടുപേരൊന്നും പറയണം. എന്താ കാണിക്കണേ? വലിയ പഴുതാരാണോ? വേണ്ട പഴുതാര കടിക്കൂലേ? സോറി. എന്നെ ഇവിടെ പണ്ട് തേളിടിച്ചിട്ടുണ്ട്. എപ്പാ? 1 വർഷം മുന്നേ. 1 വർഷം? 2 വർഷം മുന്നേ ഞാൻ ഫിഷ് ഓൺ ചെയ്തോണ്ടിരുന്ന സമയത്ത്. ഇതിന്റെ വേരൊക്കെ അടിയിൽ സ്ട്രോങ് ആണ്. ഇതിന്റെ മറ്റേ ചെടി പറിച്ചപ്പോ കഴിഞ്ഞില്ലേ പോവല്ലേ? ഇല്ലെങ്കിൽ ഒരാളുണ്ട്. നമ്മുടെ മെയിൻ ആളാ കൊണ്ട സാധനം. ഇതൊക്കെ പ്ലസ്സിന് കിട്ടിയതാ, പ്ലസ് ആയിട്ട് കിട്ടിയതാ. Oh my god. Finally last one. അത് നമുക്ക് ഇവിടെ തന്നെ നടാം. പേരിടാ തെങ്ങിൻ്റെയൊക്കെ പേരാണതാ. ഇതിലത്തെ ഈ ചെടിയിൽ നമ്മൾ 10-15 സീഡ് നട്ടുണ്ട്. അതിൽ ഫസ്റ്റത്തെ സീഡാണ് കേട്ടോ. നമ്മൾ നേരത്തെ ഫസ്റ്റത്തെ സീഡ് ഇട്ട് നട്ടതാണ്. പക്ഷെ അതിൽ വീണ്ടും 4-5 ഉണ്ടായി. സ്ട്രോങ് ഇനഫ്. ഞാൻ വേറെ വീഡിയോ കണ്ടതേ ഏറ്റവും ടോപ്പ് സോയിൽ തന്നെ വയ്ക്കുക. കൂടുതൽ താഴ്ചയിൽ നടരുത്. കൂടുതൽ താഴ്ച നട്ട് കഴിഞ്ഞാലേ ആവാൻ കുറേ സമയം പിടിക്കും. ഓൾറെഡി ആയിട്ടുണ്ട്. ഇത് എടുത്തില്ലല്ലോ. നല്ല വേർപ്പ് വേണം. ഞാൻ പണിയെടുക്കാണ്. 4 പ്രാവശ്യം വീട്ടിലേക്ക് പോയി. ഞാനും വന്നില്ലേ? ഈ 1 പ്രാവശ്യമല്ലേ? 2 പ്രാവശ്യം. 1 പ്രാവശ്യം. എന്ന് വെച്ചാൽ മീനിൻ്റെ വേസ്റ്റ് വെള്ളം നല്ല വെള്ളമാണ്. അതാണ് ഞാൻ ഇവിടെ നടാൻ ഉദ്ദേശിച്ചത്. നമ്മൾ നേരത്തെ നട്ടത് റെഡി ഇവിടെ ഉണ്ടല്ലേ അപ്പുറത്ത്. എത്ര കൂടായല്ലേ. ഇത് ഞാൻ ഫസ്റ്റ് ഒരെണ്ണം വന്നപ്പോൾ കൊണ്ട് നട്ടു. ഇതിൽ ഒരെണ്ണം വന്നപ്പോൾ കൊണ്ട് നട്ടു. ഇത് മുന്നേ നട്ടാണ്. ഇതിലിപ്പോൾ 4 ഉണ്ടായ. മുന്നേ അവിടെ 3 നട്ടുണ്ടായി. അവിടെ കാട് കയറി. ഇനി അതൊന്ന് വൃത്തിയാക്കണം. വൃത്തിയാക്കാന്ന് ഉദ്ദേശിച്ചാൽ അത് ജസ്റ്റ് ഒരു കുഞ്ഞി അത്രേ ഉള്ളൂ. അതവിടെ ഉണ്ടോ ഇല്ലേ? ഇവിടെ നമ്മൾ 3 നട്ടുണ്ട്. അത് ഒരെണ്ണം ഇതാക്കി ഇവിടെ വരെ എത്തിയിട്ടുള്ളൂ. ബാക്കി ഒരു വെറൈറ്റി ഒച്ച്, വലിയ ഒച്ച് ചത്തു പോവാ. ഇതിൻ്റെ അടി 2-3 ഉണ്ട്. ഈ സാധനം അലമ്പ് ഒച്ചാന്ന് തോന്നുന്നു. ഇത് നശിപ്പിച്ചതുകൊണ്ട് ഒച്ചാന്ന് തോന്നുന്നു. അറിയുന്നവർ കമൻറ്റ് ചെയ്യുക. എനിക്കറിയില്ല കേട്ടോ. അതായത് ഈ ഒച്ച വന്നാലേ കളയണം. 2 വലിയ ഒച്ച്. തിന്നാൻ പറ്റുന്ന ഒച്ചായിരുന്നെങ്കിൽ സൂപ്പറായിരുന്നു അല്ലേ? ഒച്ചല്ലല്ല ആ സാധനം. എന്നിട്ട് ഡിറ്റ എങ്ങനെയുണ്ട്? ഡിറ്റ ജീവിതത്തിൽ ആദ്യമായിട്ട്
മരം നടന്നിട്ട് തൊട്ടപ്പുറത്ത് നിന്ന് വന്ന് നിന്നോ? ശരിയാക്കിയാ? ഗുഡ്. എൻ്റെ ടൂറിന് ഇഷ്ടപ്പെട്ടാ? ഗുഡ്. പനിയൊക്കെ ഉള്ള ദിവസം തന്നെ പിടിച്ചു വെച്ചോ.